ഐ എം ഡാലിയ ഹിയർ. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടത് നമുക്ക് തന്നതിന് മാത്രമല്ല, അത് തന്ന സോഴ്സിനെ ഒന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, അതിനോടാണ് നമ്മൾ താങ്ക്സ്ഫുൾ ആയിരിക്കേണ്ടതെന്ന് ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിമനോഹരമായ ഒരു സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയാം. അതോടെ നിങ്ങൾക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഡീപ്പർ ലെവൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വലിയ സമ്പന്നനായ രാജാവ്, വലിയ കിങ്ഡം ഉള്ള ഒരു രാജാവ്, അദ്ദേഹത്തിന് മെഷർ ചെയ്യാൻ പറ്റാത്ത അത്ര ഗോൾഡ് ഉണ്ട്. പണ്ടൊക്കെ ഗോൾഡ് ആയിരുന്നല്ലോ ഒരു സമ്പത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു മാനദണ്ഡം. അദ്ദേഹത്തിന് അത്രയും വലിയൊരു ട്രഷർ, ഗോൾഡിന്റെ ഒരു വലിയ ഒരു സമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു. രാജാവാട്ടെ പറഞ്ഞാൽ കേൾക്കുന്ന പടയാളികളുണ്ട്, പാലസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനുകളും ഒക്കെ ഉണ്ട്. എന്ത് പറഞ്ഞാലും കേൾക്കുന്ന സെർവൻസ്, രാജസേവന്മാര്, നല്ല ഒരു സോൾജേഴ്സ്, ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ഉണ്ട്. അങ്ങനെ അദ്ദേഹം എല്ലാം കൊണ്ടും സമൃദ്ധിയിൽ ഇങ്ങനെ ജീവിക്കുന്നു. പക്ഷെ അയാൾക്ക് എല്ലാ ദിവസവും കംപ്ലൈന്റാ. ഭക്ഷണം കൊണ്ട് വെച്ചാൽ ഈ ഭക്ഷണം കൊള്ളത്തില്ല, അതിന് ചൂടില്ല, ആ ഭക്ഷണം കഴിക്കാൻ കൊള്ളത്തില്ല, പിന്നെ എനിക്ക് എൻ്റെ രാജസേവന്മാര് ഒന്നും കൊള്ളത്തില്ല, മന്ത്രിയൊക്കെ എന്ത് ചെയ്യുക, ഒരു ലോയാലിറ്റി ഇല്ല. അങ്ങനെ മൊത്തം കംപ്ലൈന്റ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം വരുന്നു. ഒന്നിനും അയാൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് അല്ല. ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും രാജ്യങ്ങളെ കെട്ടിപ്പടുക്കണം എന്നൊക്കെ അയാള് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആ രാജകൊട്ടാരത്തിലേക്ക് ഒരു ജ്ഞാനി കയറി വരുന്നു. ആ പണ്ഡിതനോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, അല്ലയോ പണ്ഡിത, എനിക്ക് എന്തുകൊണ്ടാണ് സന്തോഷം കിട്ടാത്തത്? എനിക്കെല്ലാം ഉണ്ട്, മനോഹരമായ എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട്, ഞാൻ എൻ്റെ രാജ്യത്തിലുള്ള എല്ലാവർക്കും ഞാൻ പറ്റുന്ന എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഒരു കുറവുണ്ടല്ലോ, അതെന്താണെന്ന് നിനക്ക് അറിയാവോ? എന്നേക്കാൾ സന്തോഷമുള്ള, എന്നേക്കാൾ പീസ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും നീ ഈ രാജ്യത്ത് കണ്ടെത്തിയിട്ടുണ്ടോ? നിനക്ക് അങ്ങനെ ആരെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ജ്ഞാനി പറഞ്ഞു, ഞാൻ കണ്ടു, എനിക്കറിയാം എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചു, ആരെ? രാജാവിന് വളരെ അതിശയമായി. എന്നേക്കാൾ അധികം പണമുള്ള ഏത് ആളാണ് ഈ എൻ്റെ രാജ്യത്തിലുള്ളത്? ആരാണത്? അയാളെ എന്താണ് അയാളുടെ കയ്യിലുള്ളത്? എവിടെയാണ് എന്ന് ചോദിച്ചു. അയാളെ പിടിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. പണ്ഡിതൻ പറഞ്ഞു, ഒരു ഫാർമറാണ്, ഇതിന്റെ അപ്പുറത്ത് തന്നെ താമസിക്കുന്ന ഒരു ഫാർമറാന്ന് പറഞ്ഞപ്പം, ഫാർമറോ അദ്ദേഹത്തിന് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? രാജാവ് അതിശയപ്പെട്ട് ചോദിച്ചു. അപ്പൊ ജ്ഞാനി വളരെ ശാന്തമായിട്ട് പറഞ്ഞു, അങ്ങേക്കില്ലാത്ത ഒരു കാര്യം ആ ഒരു ഫാർമർക്കുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് എനിക്കില്ലാത്തത്? എന്തായാലും എനിക്കത് അറിയണം. ദേഷ്യം വന്നു രാജാവിന്. അയാളെ കൊണ്ടുവരൂ, എനിക്കറിയണം എന്താണ് എനിക്കില്ലാത്ത, എന്താണ് അദ്ദേഹത്തിനുള്ളതെന്ന് എനിക്കറിയണം. ആ പണ്ഡിതൻ വളരെ കാമായിട്ട് പറഞ്ഞു, അവന് അവൻ്റെതായ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഉള്ളത്, അതിനെ നമുക്ക് പിടിച്ചു കൊണ്ടുവരാനോ കീഴടക്കാനോ പറ്റത്തില്ല എന്ന് പറഞ്ഞു. രാജാവിന് ചെറിയൊരു അമർഷം വന്നെങ്കിലും അതെന്താണെന്ന് അറിയാൻ വേണ്ടി രാജാവ് ആ കൃഷിക്കാരനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴുണ്ട് ഈ കർഷകൻ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാട് എണീറ്റിട്ട് അദ്ദേഹം ഒരു പീസ് ബ്രെഡൊക്കെ ഉണ്ടാവുള്ളൂ കയ്യില്, അത് വെക്കാൻ ഒരു പാത്രം പോലും ഇല്ല. എന്നിട്ട് അതിന്റെ പകുതി എടുത്ത് ഉച്ചത്തേക്ക് മാറ്റി വെക്കുന്നു. എന്നിട്ട് ആ പകുതി എടുത്ത് കഴിക്കുന്നു. അതിനുശേഷം യൂണിവേഴ്സിനോട് പറയുന്നു, താങ്ക് യു ഫോർ ദിസ് ഫുഡ് എന്ന് പറയുന്നു. അതിനുശേഷം വെള്ളം കുടിക്കുമ്പോഴും താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്നു. പിന്നെ ആകാശത്തോട്ട് നോക്കിയിട്ട് വേറൊരു കാര്യം കൂടി ആ കർഷകൻ പറയുന്നതാണ്, താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഡേ. ഒരു നല്ലൊരു ദിവസം എനിക്ക് അനുവദിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച്. ഇത് കേട്ടപ്പോൾ രാജാവ് വിചാരിച്ചു, ഇന്ന് വരെ ഞാനൊരു താങ്ക് യു പറഞ്ഞിട്ടില്ല. എനിക്ക് സ്വർണത്തിന്റെ പാത്രമുണ്ട്, മറ്റെല്ലാ നല്ല നല്ല ഫുഡുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഇന്ന് വരെ ഞാനൊരു താങ്ക് യു പറഞ്ഞിട്ടില്ല. അയാൾ അധികമായിട്ട് അസ്വസ്ഥനായിട്ട് കിടന്നുറങ്ങി. അന്ന് രാത്രിയില് ഭയങ്കരമായിട്ടൊരു കാറ്റ്, വല്ലാത്ത ഇടിമിന്നൽ വന്നു. ആ ഇടിമിന്നലില് രാജാവിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ആ സ്വർണത്തേലോട്ട് അത് മൊത്തം
ഇടിമിന്നൽ പിടിച്ചിട്ട് അത് മൊത്തം കത്തി അങ്ങ് പോയി. മൊത്തം സമ്പത്തും രാജാവിന്റെ കത്തിക്കരിഞ്ഞു പോയി. ഒരു പാർട്ട് തന്നെ, ആ കൊട്ടാരത്തിന്റെ ഒരു പാർട്ട് തന്നെ അങ്ങ് നശിച്ചു പോയി. രാജാവിന് വളരെയധികം സങ്കടം തോന്നി. അപ്പൊ രാജാവ് ആ കർഷകനെ നോക്കിയപ്പോ ഒന്നും കത്തിപ്പോയി ഒന്നുമില്ല. പിറ്റേ ദിവസം എഗൈൻ രാജാവ് നോക്കി. അന്ന് ഭയങ്കരമായിട്ട് മഴയായിരുന്നു. ആ ഭയങ്കരമായിട്ട് മഴ വന്നപ്പോ ആ കർഷകന്റെ വീട് അതങ്ങ് ഒലിച്ചുപോയി. രാജാവ് വിചാരിച്ചു, അവന് ഇത്രയേറെ നന്ദി പറഞ്ഞിട്ട് അവനിപ്പോ ഒരു വീട് പോലും ഇല്ലല്ലോ, എനിക്ക് എന്തായാലും മഴവെള്ളത്തിൽ എന്റെ വീട് കൊട്ടാരം ഒന്നും ഒലിച്ചു പോയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അയാളെ തന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നേ. അപ്പം ആ കർഷകൻ പുറത്തിറങ്ങി നിന്നിട്ട് പറയുവാണ്, യൂണിവേഴ്സ്, എന്നെ ഇത്ര നേരം കാത്തു പരിപാലിച്ചതിന് നന്ദി പറയുന്നു, എനിക്ക് ആരോഗ്യം തന്നതിന് നന്ദി പറയുന്നു, എന്നെ ഞാൻ ഒലിച്ചു പോയില്ലല്ലോ, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, താങ്ക് യു. പിന്നെ എനിക്ക് ശ്വസിക്കാൻ വായുണ്ട്, എനിക്ക് കുടിക്കാൻ വെള്ളമുണ്ട്, ചവിട്ടി നിൽക്കാൻ ഈ ഭൂമിയുണ്ട്, ഇനി ഞാൻ അധ്വാനിച്ച് ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞു. താങ്ക് യു യൂണിവേഴ്സ് എന്ന് അഗൈൻ പറയുന്ന കേട്ടപ്പോൾ രാജാവിന് വല്ലാത്ത കുറ്റബോധം തോന്നി. രാജാവ് തന്റെ കിരീടമെടുത്ത് മാറ്റിയിട്ട് പതുക്കെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുവാണ്, ഹലോ ഫാർമർ, ക്യാൻ യു പ്ലീസ് ടീച്ച് മീ ഹൗ ടു ബി ഗ്രേറ്റ്ഫുൾ? എങ്ങനെയാണ് ഇതേപോലെ ഒരു ഡീപ്പറായിട്ട് നന്ദി പറയേണ്ടതെന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എല്ലാം നഷ്ടപ്പെട്ടിട്ടും എല്ലാം നശിച്ചിട്ടും നിനക്ക് ഇത്രയേറെ ഡീപ്പറായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ എങ്ങനെ കഴിയുന്നു? അത് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? കർഷകൻ അപ്പൊ പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങൾക്ക് ഉള്ളതിനെ കുറിച്ച് നന്ദി പറയുന്നതല്ല ഗ്രാറ്റിറ്റ്യൂഡ്. ഇതെല്ലാം തന്ന ഇത്രയേറെ സമ്പത്ത് തന്ന ആ സോഴ്സിനെ നമ്മൾ ഇത്ര നാളും കാത്തു പരിപാലിച്ച ആ സോഴ്സിന് നന്ദി പറയാനായിട്ട് ശ്രമിക്കണം, അതാണ് ഡീപ്പറായിട്ടുള്ളത് എന്ന് പറഞ്ഞു. രാജാവിന് അദ്ദേഹത്തിനോട് വളരെ അധികം സ്നേഹവും ഒക്കെ തോന്നി. രാജാവ് അദ്ദേഹത്തിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവരിൽ നിന്ന് പിന്നെ വളരെയധികം പാഠങ്ങൾ പഠിച്ചു ആ രാജാവ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഡീപ്പറായിട്ടുള്ള വേഷം. നമ്മൾ ഈ നോമ്പ് കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് പോലെയല്ല ഈ നോമ്പ് കാലത്ത് നമ്മൾ ആ സോഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചിരുന്നത്. അപ്പൊ ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണേ. താങ്ക് യു.